ഹോമോസേപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ ഭൂമിയിൽ ഉടലെടുത്തിട്ട് 2 അല്ലെങ്കിൽ 3 ലക്ഷം വർഷം മാത്രമേ ആകുന്നു. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, 100-ൽ പരം ദശലക്ഷം വർഷമായി ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടർ. പാറ്റകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മിക്കവാറും കേട്ടിരിക്കാനിടയുള്ള ഒരു പ്രയോഗമാണിത്. അവർ, അതായത് പാറ്റകൾ, ഭൂമിയുടെ പ്രാചീന ഭൂതകാലത്തിൽ നിന്നുള്ള അതിജീവികളാണ്, അല്ലെങ്കിൽ ഈ കാലം അത്രയും അതിജീവിച്ച് ഭൂമിയിൽ നിലനിൽക്കുന്ന കൂട്ടരാണ് എന്ന്. 100 കണക്കിന് ദശലക്ഷം വർഷം യാതൊരു മാറ്റവുമില്ലാതെ, ഇത്രയും ദശലക്ഷം വർഷങ്ങളിൽ യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്ന ജീവികളായാണ് പാറ്റകളെ പലപ്പോഴും വാഴ്ത്തുന്നത്. അത് തെറ്റാണെന്നല്ല, പക്ഷെ പാറ്റകൾ ഈ കാര്യത്തിൽ ഒറ്റപ്പെട്ടവരല്ല എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ രൂപപ്പെടുന്നതിന് ശേഷം, അല്ലെങ്കിൽ പരിണമിക്കപ്പെട്ട് ഉണ്ടായതിനു ശേഷം, കാലത്തിന്റെ ആരംഭം മുതൽ അത്ഭുതകരമായ വിധം ചെറിയ മാറ്റങ്ങളോടെ അതിജീവിച്ച് ഭൂമിയിൽ ഇന്നും അവശേഷിക്കുന്ന നിരവധി പ്രാണികളിൽ, ഷഡ്പദങ്ങളിൽ ഒരാൾ മാത്രമാണ് പാറ്റ. ലിവിംഗ് ഫോസിലുകൾ എന്നാണ് ഇവയെ പരിണാമശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്നത്. ചരിത്രം പലപ്പോഴും മറന്നുപോയ പ്രാണിവർഗങ്ങളിലെ, ഷഡ്പദങ്ങളിലെ ജീവിക്കുന്ന ഫോസിലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ലേ കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിക്കുന്ന ഫോസിൽ എന്ന പ്രയോഗം ആദ്യമായി അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിനാണ്. ഫോസിൽ എന്ന വാക്ക് നിങ്ങൾ കേട്ടിരിക്കും. വളരെ കാലം മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ ജീവികളുടെ ശരീരഭാഗങ്ങളോ ചിലപ്പോൾ മുഴുവനുമായോ പലതരത്തിൽ ഭൂമിയിൽ പ്രകൃത്യാ സംസ്കരിക്കപ്പെട്ടു പോയ അവശേഷിപ്പുകളാണ് ഫോസിൽ. എന്നാൽ 100-ൽ പരം ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത് പിന്നീട് അങ്ങോട്ട് ആ രൂപഘടനയിൽ നിന്ന് മാറ്റം വരാതെ ഇന്നും ജീവിക്കുന്ന ജീവികളാണ് ലിവിംഗ് ഫോസിൽ എന്ന് വിളിക്കപ്പെടുന്നത്. ഇനി പറയാൻ പോകുന്ന ചില വിശേഷണങ്ങൾ ഉള്ള ആൾക്കാരെ മാത്രമേ ലിവിംഗ് ഫോസിലുകൾ എന്ന് വിളിക്കാറുള്ളൂ. ഒന്നാമതായി, 100 കണക്കിന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടായിരിക്കണം ഇവർ. രണ്ടാമതായി, തങ്ങളുടെ ഫോസിൽ പൂർവികരുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ രൂപമാറ്റങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുണ്ടാകാൻ പാടുള്ളൂ. മൂന്നാമതായി, വളരെ കുറഞ്ഞ വൈവിധ്യം, ഡൈവേഴ്സിറ്റിയിൽ മാത്രമേ ഇവർ കാണപ്പെടാൻ പാടുള്ളൂ. നാലാമതായി, വലിയ പൊരുത്തപ്പെടലുകൾ ആവശ്യമില്ലാത്ത സ്ഥിരതയുള്ള പാരിസ്ഥിതിക ചുറ്റുപാടിൽ അതിജീവിക്കുന്നവരായിരിക്കണം ലിവിംഗ് ഫോസിലുകൾ. സീലക്കാന്ത് എന്ന മത്സ്യമാണ് ഇതിന് ഒരു നല്ല ഉദാഹരണം. വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ഇവയെ 1938-ലാണ് വീണ്ടും കണ്ടെത്തുന്നത്. 40 കോടി വർഷം പഴക്കമുള്ള ഫോസിൽ ബന്ധുക്കളുമായി സീലക്കാന്തിന് ഇപ്പോഴും രൂപത്തിൽ വലിയ മാറ്റമില്ല. എന്നാൽ ഇവിടെ സുപ്രധാനമായ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പുരാതന ജീവിവർഗങ്ങളും ലിവിംഗ് ഫോസിലുകളല്ല. ഉദാഹരണത്തിന് മത്സ്യങ്ങൾ എന്ന വിഭാഗം ഏതാണ്ട് 419 മുതൽ 339 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഉണ്ടായിരുന്ന ഡിവോണിയൻ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞതാണ് മത്സ്യങ്ങൾ. ഡിവോണിയൻ കാലഘട്ടം അറിയപ്പെടുന്നത് മത്സ്യങ്ങളുടെ യുഗം, ഏജ് ഓഫ് ഫിഷസ് എന്നാണ്. എന്നിട്ടും നമ്മൾ ഇന്ന് കാണുന്ന മത്സ്യങ്ങൾ ആയിരക്കണക്കിന് വിവിധങ്ങളായ രൂപങ്ങളിലേക്ക് പരിണമിച്ചു. ഉദാഹരണത്തിന് മത്തി, അയല, സ്രാവ് മുതലായവയും, അതുപോലെ ശ്വാസകോശമുള്ള മത്സ്യങ്ങൾ, ലങ് ഫിഷസ് തുടങ്ങിയവ. മത്സ്യങ്ങളുടെ വർഗത്തിലെ ഈ വലിയ വൈവിധ്യം കാരണം നമ്മൾ മത്സ്യങ്ങളെ ജീവിക്കുന്ന ഫോസിലുകളായി പറയാറില്ല. പകരം സീലക്കാന്തിനെയോ അല്ലെങ്കിൽ ശ്വാസകോശങ്ങളുള്ള മത്സ്യത്തെയോ പോലെ രൂപപരമായി മാറ്റമില്ലാതെ യാഥാസ്ഥിതികമായി തുടരുന്ന ചില പ്രത്യേക ജീവിവർഗങ്ങൾക്ക് മാത്രമായി നമ്മൾ ആ പേര് മാറ്റിവെക്കുന്നു. ഇതേ നിയമം ഷഡ്പദങ്ങൾക്കും ബാധകമാണ്. ഷഡ്പദങ്ങളിലെ മുഴുവൻ ക്ലാസും പുരാതനമാണ്. എന്നാൽ ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രമേ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് വിളിക്കാൻ കഴിയൂ. പാറ്റകളെ കൂടാതെ ഷഡ്പദങ്ങളിലെ അത്തരത്തിൽ ജീവിച്ചിരിക്കുന്ന ചില ഫോസിലുകളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ. ഏകദേശം 320 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കാർബോണിഫറസ് കാലഘട്ടത്തിലാണ് പാറ്റകൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. റോക്കോയിഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പുരാതന പൂർവികർക്ക് പരന്ന ശരീരവും നീളമുള്ള സ്പർശനികളും പാറ്റകളിൽ നമ്മൾ ഇന്ന് കാണുന്ന വേഗതയുമെല്ലാം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാറ്റകൾക്ക് ജീവിക്കുന്ന ഫോസിൽ എന്ന പദവി ലഭിച്ചത്. എന്നാൽ പാറ്റകൾ മാത്രമാണ് മാറ്റമില്ലാത്ത ഷഡ്പദം എന്ന് വിളിക്കുന്നത് വഴി നമ്മൾ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ജീവനുള്ള ഷഡ്പദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരാളാണ് സിൽവർ ഫിഷ്. ഇവയുടെ വംശം 400 ദശലക്ഷം വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഒരുപക്ഷെ ഡെവോണിയൻ കാലഘട്ടം വരെ നീളുന്നതാണെന്ന് ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നു. പാറ്റകളിൽ നിന്ന് വ്യത്യസ്തരായി സിൽവർ ഫിഷിന് ചിറകുകളില്ല. അതുകൊണ്ട് തന്നെ അവർ തീർത്തും പ്രാകൃതരാണ്. കരയിൽ ഇഴഞ്ഞ ആദ്യത്തെ ഷഡ്പദങ്ങളെയാണ് അവ അനുസ്മരിപ്പിക്കുന്നത്. ഇന്നും നമ്മുടെ വീടുകളിൽ, അലമാരകളിൽ, പഴയ പുസ്തകത്തിനിടയിലും വനങ്ങളിലുമായി നിശബ്ദമായി അവർ അതിജീവിക്കുന്നു. അവയ്ക്ക് അവയുടെ പൂർവികരുമായി ഇപ്പോഴും രൂപത്തിൽ യാതൊരു മാറ്റവുമില്ല. മറ്റൊരു പുരാതന അതിജീവിയാണ് തുമ്പി. ഇവയുടെ പൂർവികർ ഏകദേശം 325 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മെഗാനൂറ പോലെയുള്ള ആദ്യകാല സ്പീഷീസുകൾക്ക് 70 സെന്റിമീറ്റർ വരെ വലുപ്പമുള്ള ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാക്കയുടെ വലുപ്പം. അതിശയകരമായ കാര്യം എന്താണെന്നാൽ തുമ്പികൾക്ക് അവയുടെ പൂർവികരുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ മാറ്റം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നതാണ്. അവയുടെ ചിറകിന്റെ ഘടനയും കോമ്പൗണ്ട് ഐസ് അഥവാ സംയുക്തമായ കണ്ണുകളും വേട്ടയാടാനുള്ള രീതികളുമെല്ലാം ഏതാണ്ട് ഇന്നും പഴയതുപോലെ തന്നെ തുടരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ
തോട്ടിൻകരയിലും കുളത്തിന്റെ കരയിലുമെല്ലാം ഈ പ്രാണിയെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം 300 ദശലക്ഷം വർഷത്തെ ചരിത്രമുള്ള ഒരു ജീവിയാണ് ഇത്. മേ ഫ്ലൈസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു കൂട്ടർ. ജലത്തിൽ വളരുന്ന ഇവയുടെ ലാർവകളും വളരെ ഹ്രസ്വമായ ജീവിത ദൈർഘ്യമെല്ലാം അവരുടെ ഫോസിൽ പൂർവികരുമായി നേരിട്ട് ഇവയെ ബന്ധിപ്പിക്കുന്നു. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഷഡ്പദ വംശങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളവയിൽ ഒന്നാണ് മേഫ്ലൈകൾ. പുൽച്ചാടികളും ചീവീടും ഉൾപ്പെടുന്ന ഓർത്തോപ്തിറ എന്ന ഗോത്രം ഏകദേശം 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഉരുത്തിരിഞ്ഞത്. അതായത് പെർമിയൻ മഹാവംശനാശത്തിന് തൊട്ടു പിന്നാലെ. കുതിച്ചു ചാടാൻ സഹായിക്കുന്ന അവയുടെ ശക്തമായ പിൻകാലുകളും ശബ്ദമുണ്ടാക്കാനുള്ള കഴിവും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉരുത്തിരിഞ്ഞ് ഇന്നും നിലനിൽക്കുന്നവയാണ്. ഇന്നും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പുരാതന രൂപകൽപ്പനയാണ് ഇത്. പാറ്റകളെ കൂടാതെ ഷഡ്പദങ്ങളുടെ വിഭാഗത്തിൽ ഇത്രമാത്രം ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ ഉണ്ട് എങ്കിൽ പാറ്റകളെ മാത്രം മറ്റൊന്നിനും ഇല്ലാത്തതുപോലെ എന്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു? അതിന്റെ ഉത്തരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാറ്റകളുമായുള്ള ഇടപഴകലാണ്. പാറ്റകൾ നമ്മുടെ അടുക്കളകളിലും അഴുക്കുചാലുകളിലും എന്തിന് പോപ്പ് കൾച്ചറിൽ പോലും ജീവിക്കുന്നു. ഭൂമിയുടെ അവസാനത്തെ നാളുകളിലെ കെട്ടുകഥകൾ മുതൽ സയൻസ് ഫിക്ഷൻ കഥകളിൽ വരെ പാറ്റകൾ കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ നിരവധി ഷഡ്പദങ്ങൾ സമാനമായ പുരാതന പ്രതിരോധശേഷി പങ്കിടുന്നു, അല്ലെങ്കിൽ അവയ്ക്കും ഉണ്ട് എന്നുള്ളതാണ്. സിൽവർ ഫിഷ്, തുമ്പികൾ, മേഫ്ലൈകൾ തുടങ്ങി നിരവധി ജീവികൾ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന പദവിക്ക് പാറ്റകളെപ്പോലെ തന്നെ തുല്യമായ അർഹതയുള്ളവരാണ്. പരിണാമം എന്നാൽ എല്ലായ്പ്പോഴും നാടകീയമായ ഒരു മാറ്റം എന്നല്ല. ഒരു ശരീരഘടന തികച്ചും അനുയോജ്യമാകുമ്പോൾ പ്രകൃതി അതിനെ നിലനിർത്തും. അതുകൊണ്ടാണ് പാറ്റകൾ മാത്രമല്ല മറ്റ് നിരവധി ഷഡ്പദ വിഭാഗങ്ങളും നൂറുകണക്കിന് ദശലക്ഷം വർഷങ്ങൾ രൂപപരമായ മാറ്റമില്ലാതെ അതിജീവിച്ചത്, ഇന്നും ജീവിക്കുന്നത്. അതുകൊണ്ട് പാറ്റകളാണ് ഷഡ്പദവർഗങ്ങളിൽ പരിണാമത്തിലെ ഏക അതിജീവി എന്ന് ഇനി ആരെങ്കിലും പറയുന്നത് കേൾക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ഇങ്ങനെ പറയണം: തീർച്ചയായിട്ടും പാറ്റകൾ അതിജീവികളാണ്, തർക്കമില്ല, സംശയമില്ല. പക്ഷേ പാറ്റകൾ മാത്രമല്ല അക്കൂട്ടത്തിലുള്ളത്. ഷഡ്പദങ്ങൾ മൊത്തത്തിൽ ഭൂമിയിലെ ഏറ്റവും വിജയിച്ചതും പുരാതനവും ഇന്നും നിലനിൽക്കുന്നതുമായ ജീവികളിൽ ചിലതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ